ഞാൻ വരാം, എൻ്റെ ഒപ്പം ഗുളികനും കാണും. എന്നെ ചതിച്ചാൽ ഞാൻ ക്ഷമിച്ചേക്കും, പക്ഷേ ഗുളികൻ ക്ഷമിക്കില്ല. ജീവനറ്റുകിടന്ന മനുഷ്യൻ തീക്കനൽ പോലെ ഉലഞ്ഞുണർന്ന് അട്ടഹസിച്ചു. ആർക്കുന്ന ഗുളികനു മുന്നിൽ എല്ലാവരും തൊഴുതു നിൽക്കുന്നു. ആരാണ് ഗുളികൻ? ഈ ചോദ്യം ചിലരുടെയെങ്കിലും നെഞ്ചിൽ അലതല്ലുന്നുണ്ടാകും. കാലന് പകരം ജന്മമെടുത്ത ജനനമരണങ്ങളുടെ കാരണബോധൻ ഗുളികൻ. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നു വാഴുന്ന ദേവൻ. ഒരിക്കൽ മൃഗണ്ടു എന്ന മഹർഷിക്ക് കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിതനായിരുന്നു. ഏറെക്കാലം മഹാകാലനായ പരമശിവനെ തപസ്സു ചെയ്തു മുനി. ഒടുവിൽ മഹാദേവൻ പ്രത്യക്ഷനായി. മനുഷ്യനെന്നോ ദേവനെന്നോ അസുരനെന്നോ ഉള്ള പക്ഷഭേദം ശിവന് തന്റെ ഭക്തരോടില്ല. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? മുനി തന്റെ ദുഃഖം ശിവനോട് പറഞ്ഞു. അപ്പോൾ ശിവൻ ചോദിച്ചു, 100 വയസ്സുവരെ ജീവിക്കുന്ന ബുദ്ധിശൂന്യനായ ഒരു മകനെ വേണോ, അതോ വെറും 16 വയസ്സുവരെ മാത്രം ജീവിക്കുന്ന മഹാപണ്ഡിതനായ ഒരു മകനെ മതിയോ? മുനി ഒന്ന് ചിന്തിച്ച ശേഷം പറഞ്ഞു, ആയുസ് കുറവെങ്കിലും അറിവുള്ളൊരു മകൻ മതി. അങ്ങനെ അറിവിന്റെ സാഗരമായ ശിവഭക്തനായ ഒരു മകൻ മുനിക്ക് പിറന്നു. അവന് മൃഗണ്ടുമുനി മാർക്കണ്ഡേയൻ എന്ന് പേരുമിട്ടു. മകന്റെ ഓരോ വയസ്സു കൂടുമ്പോഴും മൃഗണ്ടുവിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം കടന്നുകൂടി. ഭയത്തെ മറികടക്കാൻ അദ്ദേഹം ശിവമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ മകന് 16 വയസ്സ് തികയാറാവുന്ന സമയം മാർക്കണ്ഡേയനോട് മൃഗണ്ടു എല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് വിതുമ്പി. ഇതു കണ്ട മാർക്കണ്ഡേയൻ പറഞ്ഞു, അല്ലയോ പിതാവേ, ഭഗവാൻ ശിവൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയം? എല്ലാം അദ്ദേഹത്തിന്റെ മായ. അങ്ങ് ഭയപ്പെടാതിരിക്കൂ. മാർക്കണ്ഡേയൻ കഠിനമായ ശിവഭജനം തുടങ്ങി. ശിവലിംഗത്തിന് മുന്നിലിരുന്ന് തപസ് ആരംഭിച്ചു. ഒരു വഴിയായി ഭഗവാൻ തന്റെ മുന്നിൽ വരുമെന്ന് മാർക്കണ്ഡേയന് ഉറപ്പായിരുന്നു. തന്റെ ഭക്തരെ രക്ഷിക്കുവാൻ ശിവൻ ആഗതനാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ഒരു നേരത്താണ് മരണദേവനായ യമൻ കാലപാശവുമായി അവനെ തേടി വരുന്നത്. യമന്റെ വിളികേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും വിലക്കെടുക്കാതെ യമൻ തന്റെ കാലപാശത്തെ ചുഴറ്റിയെറിഞ്ഞു. പക്ഷെ യമൻ ഒരു കാര്യം മറന്നുപോയി. മാർക്കണ്ഡേയൻ ആലിംഗനം ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ശിവനെയാണ്. കാലന്മാരുടെ കാലനായ മഹാകാളദേവനെ, ആ മഹാഭൈരവനെ. മാർക്കണ്ഡേയന്റെ കഴുത്തും ശിവലിംഗവും ചേർന്ന് ആ കുരുക്കുമുറുകി. ആഞ്ഞു വലിച്ചു യമൻ. പക്ഷേ താൻ എതിർക്കുന്നത് ശിവനെ കൂടിയാണെന്ന് യമൻ ഒരു നിമിഷം മറന്നുപോയി. പിന്നെ പറയാനുണ്ടോ? ശിവകോപം ജ്വലിച്ചു. തൃക്കണ്ണ് താനെ തുറന്നു. കാലൻ പിന്നെ ഒരു പിടി ചാരം മാത്രം. അവിടെ നിന്ന് പിന്നങ്ങോട്ട് യമനില്ലാത്ത കാലമായി. ജീവജാലങ്ങൾക്ക് മരണമില്ലാതെയായി. ഭൂമിദേവി പൊറുതിമുട്ടി. ജീവജാലങ്ങൾ നിറഞ്ഞു തിങ്ങി ഭൂമിയിൽ. ഭൂമിദേവിയും ദേവർകളും കൂടി ശിവനെ കണ്ട് സങ്കടമറിയിച്ചു. ശിവന്റെ മനമലിഞ്ഞു. ഇടത് തൃക്കാലിന്റെ പെരുവിരൽ നിലത്തമർന്നു. ആ വിരൽ പൊട്ടിപ്പിളർന്ന് അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു. അതാണ് സാക്ഷാൽ ഗുളികൻ. ത്രിശൂലവും കാലപാശവും ഭഗവാൻ അവന് നൽകി. ഗുളികനോട് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു, കീഴ്ലോകത്തേക്ക് ചെല്ലുക, ചെന്ന് യമദേവന്റെ ജോലി ചെയ്യുക. ഈ കാലത്താണ് സന്തതികളില്ലാതിരുന്ന കശ്യപ മഹർഷി സന്താനമുണ്ടാകുവാൻ ഹോമം നടത്തുന്നത്. ഹോമത്തിന്റെ ഹവസിൽ നിന്നും 2 തവി ഭാര്യയായ വിനിതയ്ക്കും ബാക്കിയുള്ളത് പാത്രത്തോടെ കദ്രുവിനും ഭക്ഷിക്കാൻ കൊടുത്തു. ഹവിസ് കഴിച്ച കദ്രുവിന്റെ ഗർഭത്തിൽ ശ്രീ മഹാവിഷ്ണു പ്രവേശിച്ചു. കദ്രു ഗർഭിണിയായി. ഗർഭത്തിലൂടെ ഉണ്ടായത് 1000 മുട്ടകളായിരുന്നു. കന്നിമാസത്തിൽ ആയില്യം നാളിൽ ദ്വാദശി തിഥിയിൽ വെള്ളിയാഴ്ച ദിവസം മുട്ടകൾ വിരിഞ്ഞു എന്ന് നാഗോൽപത്തിയിൽ പറയുന്നു. ശ്രീ മഹാവിഷ്ണു ആദ്യ സന്താനമായി നാഗരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. പിന്നാലെ 999 സർപ്പങ്ങളും മുട്ട വിരിഞ്ഞിറങ്ങി. ഇതിൽ 7ാമനായി ഗുളികനെയും ഭൂമിയിലേക്ക് അയച്ചു. മുട്ട വിരിഞ്ഞതിന്റെ 28ാം ദിവസം തുലാമാസം ആയില്യം നാളിൽ നാഗമാതാവ് കദ്രുവും സപത്നി വിനിതയും ചേർന്ന് നാഗങ്ങൾക്ക് നാമകരണം നൽകി. അതിൽ 1ാമന് അനന്തൻ എന്നാണ് പേരിട്ടത്. 7ാമത്തെ നാഗത്തിന് ഗുളികൻ എന്ന നാമകരണവും ചെയ്തു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഉഗ്രമൂർത്തികളായ നാഗങ്ങൾക്ക് വേണ്ടി വിശ്വകർമാവ് പുതിയൊരു ലോകം നിർമ്മിച്ചു നൽകി. അതാണ് നാഗലോകം. കദ്രുവിന്റെ പ്രഥമപുത്രനായ അനന്തനെ നാഗലോകത്തിന്റെ രാജാവായി ബ്രഹ്മാവ് അഭിഷേകം ചെയ്തു. ശ്രീ മഹാവിഷ്ണു അനന്തനായി നാഗരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചതിനു പിന്നാലെ മഹാലക്ഷ്മി നാഗരൂപം ധരിച്ച് നാഗലോകത്തിൽ പ്രവേശിച്ച് അനന്തനോട് ചേർന്നു. അനന്തന്റെ പത്നിയായതിനാൽ അനന്തലക്ഷ്മി എന്നും അറിയപ്പെടുന്നു. അനന്തനും നാഗലക്ഷ്മിയും ഇരിക്കുന്നിടത്ത് മാത്രമേ ഗുളികന് 100 പാലും കൊടുക്കുകയുള്ളൂ. വേറെ എവിടെ ചെയ്താലും ചെയ്യുന്ന സ്ഥലവും ചെയ്യുന്ന ആളുകളുടെയും 7 തലമുറ നശിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ കാലമില്ലാത്ത കാലത്തെ കാലദേവനായി ഗുളികൻ ആർത്തിറങ്ങി. ശിവാംശജനായ ഗുളികൻ മരണസമയത്ത് ജീവജാലങ്ങളുടെ ജീവനം തൂക്കി പറന്നകന്നു. പുറങ്കാലൻ, കരിങ്കാലൻ, യമൻ, അന്തകൻ, കാലൻ എന്നീ പേരുകളിൽ ഗുളികൻ അറിയപ്പെടുന്നു.
തെയ്യക്കാവുകളിലെ പ്രധാന ദേവതയായ ഗുളികനെ ദേവസ്ഥാന വസ്തുവിന്റെ സംരക്ഷകനായിട്ടാണ് കേരളത്തിൽ കരുതുന്നതും ആരാധിക്കുന്നതും. ചെമ്പകമരച്ചുവട്ടിൽ ദേവസ്ഥാനത്തിന് പുറത്ത് ഗുളികൻ കുടികൊള്ളുന്നു. ഗുളികനെ കുറിച്ച് പരാമർശിക്കുന്ന മറ്റൊരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ശനിദേവനും വ്യാഴദേവനും തമ്മിൽ യുദ്ധം നടന്നു. ഇരുവരും പല ശസ്ത്രാസ്ത്രങ്ങളാൽ ഏറ്റുമുട്ടി. അതൊരു ഘോര യുദ്ധമായി മാറി. ഇരുവരുടെയും അസ്ത്രങ്ങളുടെ പ്രഭാവം 14 ലോകങ്ങളിലും അലതല്ലി. ഇതിന്റെ പ്രഭാവം ബ്രഹ്മലോകത്തിലും എത്തി. ബ്രഹ്മദേവൻ യുദ്ധഭൂമിയിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പോലും ഇരുവരും കൂസലില്ലാതെ യുദ്ധം തുടർന്നു. പോരിനിടെ വ്യാഴമെയ്ത ഒരു ശരം നെറ്റിയിലേറ്റ് ശനിദേവൻ നിലംപതിച്ചു. ബ്രഹ്മദേവൻ ശനിയെ സഹായിക്കുവാനായി എത്തി. അദ്ദേഹത്തെ നിലത്തു നിന്നും എഴുന്നേൽപ്പിച്ച് ശരം വലിച്ചൂരി. അപ്പോൾ ശനിയുടെ തിരുനെറ്റിയിൽ നിന്നും ഒരു തുള്ളി ചോര നിലത്ത് വീണു. കടും നീലനിറമായിരുന്നു ആ ചോരത്തുള്ളിക്ക്. പൊടുന്നിനെ ഉഗ്രരൂപം ചോരത്തുള്ളിയിൽ നിന്നും രൂപപ്പെട്ടു. സർപ്പത്തിന്റെ ആകൃതി, തീക്ഷ്ണമായ കണ്ണുകൾ, ഇരുണ്ട നീലനിറം. ആ പൊന്മകനെ ശനിയുടെ പുത്രനെന്ന് വിളിച്ചു ബ്രഹ്മാവ്. അവിടെ പ്രത്യക്ഷനായ ശ്രീ വിഷ്ണുദേവൻ അവനെ മാന്നി എന്ന് വിളിച്ചു. സമസ്ത ജന്തുക്കളെയും മരിപ്പിക്കുവാൻ ജന്മായത്തമായ കഴിവുള്ളവനാൽ ഇവൻ മൃത്യു എന്ന പേരിലും അറിയപ്പെടുമെന്നും ഭഗവാൻ വിഷ്ണു പറഞ്ഞു. ശനിയുടെ ഉപഗ്രഹം എന്ന പദവിയും ദേവന്മാർ പൊന്മകന് നൽകി. കുറിയ രൂപം മൂലമാകണം ഗുളികൻ എന്ന പേരും കൂടി സിദ്ധിച്ചു. പേരിൽ കുള്ളനെങ്കിലും എന്തിനേയും തറപറ്റിക്കുവാനുള്ള പ്രഭാവം ഗുളികനുണ്ടെന്നാണ് ജ്യോതിഷ വിശ്വാസികൾ പറയുന്നത്. വെറും വാക്കിലൊതുങ്ങാത്ത അഗ്നിബിംബമാണ് ഗുളികൻ. വടക്കൻ കേരളത്തിലെ തെയ്യപ്രപഞ്ചത്തിലെ ഭൈരവാദിമൂർത്തി സങ്കല്പങ്ങളിൽ ഒന്നായ ഗുളികൻ എന്ന തെയ്യക്കോലം. അഷ്ടനാഗങ്ങളിൽ ഒരുവനായ ഗുളികൻ, ജ്യോതിഷത്തിലെ ശനീശ്വരപുത്രനായ ഗുളികൻ, വടക്കൻ തിരുവിതാംകൂറിലെ കുടുംബക്ഷേത്രങ്ങളിലും മറ്റും ആചരിക്കപ്പെടുന്ന അറുകുല സമ്പ്രദായത്തിലെ പ്രേതഗുളികൻ.